Hi everyone, welcome back to Neo Home Tuitions. I hope that you all are fine and may this be a good day for you all, and we can move on to the classes. Okay, so we were discussing about a question based on the limit and derivatives, is it? So limits and derivatives exercise 8.1 ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്, and this was the question which I had given you as a homework, is it? So before moving on to the question, I wish you to share a GK question, that is, which of the given devices is used for counting blood cells? That is, which of the given devices is used for counting blood cells? That is, blood cells in our body. Okay. So the options are melatometer, spicometer, hemocytometer, and hamacytometer. And you can just post your answers on the comment section, and I hope that this will be a very new information for you all which you hadn't think for all these days. Okay, so നമുക്ക് നമ്മുടെ ആൻസറിലോട്ട് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലോട്ട് നമുക്ക് മൂവ് ആവാം. So show that the question was that you have to show that limit x tends to a, x into sine a minus a into sine x is equal to x minus divided by x minus a is equal to sine a minus a cos a. അപ്പോൾ നമ്മുടെ as usual we are beginning with the LHS part. So in the LHS part you have to do a small change, that is small alteration here, that is you have to add and subtract by a sin a to the numerator. So numerator part നമ്മുടെ LHS numerator part a sin a എന്ന് പറയുന്ന ടേം ആഡും ചെയ്യണം, അതുപോലെ സബ്ട്രാക്റ്റും ചെയ്യണം. സോ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ലിമിറ്റ് x ടെൻസ് ടു a x sin a minus a sin x എന്ന് പറയുന്ന നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ള പാർട്ടാണ്. അതിന്റെ കൂടെ a sin a minus a sin a, അതായത് a sin a എന്ന് പറയുന്ന ടേമും അഡീഷൻ ചെയ്തിട്ടുണ്ട്, സബ്ട്രാക്റ്റും ചെയ്തിട്ടുണ്ട്, whole divided by x minus a എന്നാണ് നമ്മുടെ LHS part. And it will be equal to limit x tends to a. ഇതിൽ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് രണ്ട്, അതായത് എക്സ് സൈൻ എ മൈനസ് എ സൈൻ എക്സ് എന്ന് പറയുന്ന പാർട്ടിൽ നിന്ന് കോമൺ ആയിട്ട് എടുത്തിരിക്കുന്നത് സൈന്, ദാറ്റ് ഈസ് നമ്മൾ ആ ഒരു ഫസ്റ്റ് ന്യൂമറേറ്റർ പാർട്ട് ഇപ്പൊ കിട്ടിയ ന്യൂമറേറ്ററിൽ ഇപ്പൊ കിട്ടിയ ഫ്രാക്ഷനിലെ ന്യൂമറേറ്റർ പാർട്ടിന്റെ ടേംസിന് കുറച്ചൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ എക്സ് സൈൻ എ എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ നിന്നും, അതായത് എക്സ് സൈൻ എ എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ നിന്നും, അതുപോലെ തന്നെ എ സൈൻ എ എന്ന് പറയുന്ന ഈ ഒരു ടേമിൽ നിന്നും സൈൻ എ എന്ന് പറയുന്ന that is you can just take the sin a as common. Okay, ഈ രണ്ട് ടേംസിൽ നിന്നും sin a കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ എന്ത് പറ്റും? x minus a into sin a എന്ന് പറഞ്ഞിട്ട് വരും. ബാക്കി റിമൈനിങ് ടേംസ് ആയിട്ടുള്ള a sin x മൈനസ് അതുപോലെ ഇവിടെ ഒരു a sin a എന്ന് പറയുന്ന ടേം ഉണ്ട്. ഈ രണ്ട് ടേംസിൽ നിന്നും എന്ത് കോമൺ ആയിട്ട് എടുക്കാം? a കോമൺ ആയിട്ട് എടുക്കാം, അതായത് മൈനസ് a കോമൺ ആയിട്ട് എടുക്കാം. സോ അങ്ങനെ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ബാലൻസ് റിമൈനിങ് ടേംസ് എന്ന് പറയുന്നത് sin x minus sin a എന്ന് പറഞ്ഞിട്ട് വരും. Okay, just we had rearranged the terms in the numerator part and we had taken the common terms out. Okay, and whole divided by x minus a. Denominator അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം നമുക്ക്? ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ ഈ ഒരു ഫ്രാക്ഷനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയിരിക്കുകയാണ് ചെയ്തത്. അതായത് ലിമിറ്റ് x ടെൻസ് ടു a x minus a sin a by x minus a minus limit x tends to a into sin x minus sin a whole divided by x minus a എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്നിട്ട് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് എന്ത് ക്യാൻസൽ ചെയ്തു? x minus a ക്യാൻസൽ ചെയ്തു പോകും. അതുപോലെ സെക്കൻഡ് പാർട്ടിൽ നിന്ന് എന്തെങ്കിലും ചേഞ്ചസ് നമുക്ക് അവിടെ വരുത്താനുണ്ടോ? ഇല്ല. ഓക്കെ, ജസ്റ്റ് we can move on to the part. ഇവിടെ സെക്കൻഡ് പാർട്ടിൽ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ sin a മൈനസ് sin b. ഓക്കെ, നമ്മൾ a വെച്ചിട്ടായിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഞാനിവിടെ c and d യൂസ് ചെയ്തെന്നുള്ളൂ, കാരണം ഇവിടെ a എന്ന് പറയുന്ന ടേം ഓൾറെഡി ഉണ്ടല്ലോ. സോ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ c and d എന്ന് പറയുന്ന ടേം യൂസ് ചെയ്തിട്ടുള്ളത്. Sin, we are having a formula that sin c minus sin d is equal to 2 cos c plus d by 2 sin c minus d by 2. ആക്ച്വലി നിങ്ങൾക്ക് c and d വെച്ച് കേൾക്കുമ്പോൾ ഈ ഒരു ഫോർമുല ക്ലിക്ക് ആവുന്നുണ്ടാവില്ല. യു ഹാഡ് സ്റ്റഡീഡ് ദിസ് ഫോർമുല യൂസിങ് ദ ടേംസ് a and b. Okay, that is sin a minus sin b is equal to 2 cos a plus b by 2 into sin
a minus b by 2. Okay. Sorry. So എയും ബിന്റെയും പകരം ഞാനിവിടെ സിയും ഡിയും എന്ന് പറയുന്ന ടേം ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. കാരണം ഇവിടെ എയും ബിയും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന ടേം ഇവിടെ ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻസ് വരാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ സിയും ഡിയും എന്ന് പറയുന്ന ടേംസ് യൂസ് ചെയ്തിട്ടുള്ളത്. ക്ലിയർ? സോ സൈൻ സി മൈനസ് സൈൻ ഡി എന്ന് പറഞ്ഞിട്ടാണ് യൂസ് ചെയ്ത് നിങ്ങൾ പഠിച്ചിട്ടുള്ളത് എയും ബിയും വെച്ചിട്ട് തന്നെയാണ്. ആൻഡ് ഈ ഒരു ഫോർമുലയാണ് നമ്മൾ സെക്കൻഡ് പാർട്ടിൽ യൂസ് ചെയ്യുന്നത്. അതായത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഇൻറ്റു സൈൻ എക്സ് മൈനസ് സൈൻ എ ഹോൾ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ എന്ന് പറയുന്നതിൽ ഈ ഒരു ഫോർമുലയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ നമുക്ക് ഇനി നമ്മുടെ നെക്സ്റ്റ് പാർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു ഫസ്റ്റ് പാർട്ടിൽ നിന്ന് നമ്മുടെ എക്സ് മൈനസ് എ ആൻഡ് എക്സ് മൈനസ് എ ക്യാൻസൽ ചെയ്തു. സോ റിമൈനിങ് ടേം എന്ന് പറയുന്നത് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ എ ആണ്. അതായത് അത് സൈൻ എ തന്നെയാവും. കാരണം എക്സ് എന്ന് പറയുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് അവിടെ എക്സിന്റെ ടേമും ഇല്ല. കാരണം എക്സ് മൈനസ് എ ക്യാൻസൽ ചെയ്തു പോയി. റിമൈനിങ് ടേം എന്ന് പറയുന്നത് സൈൻ എ മാത്രമാണ് അല്ലേ. സോ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സൈൻ എ മാത്രമായിട്ട് റിമൈൻ ചെയ്യുന്നുണ്ടാവും അവിടെ. ഓക്കെ. പിന്നെ സെക്കൻഡ് ടേമിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, നമ്മൾ നമ്മുടെ ആ ഫോർമുല യൂസ് ചെയ്തു. അതായത് സൈൻ എ മൈനസ് സൈൻ ബി ഇസ് ഈക്വൽ ടു സൈൻ 2 cos a plus b by 2 into sin a minus b by 2 എന്ന് പറയുന്ന ആ ഒരു ഫോർമുലയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. സോ അതാണ് അവിടെ ചെയ്തിട്ടുള്ളത്. ഇവിടെ എ എന്ന് പറയുന്ന എക്സും ബി എന്ന് പറയുന്നത് എയും ആണ്. സോ ആ ഒരു ഫോർമുല നമ്മളോട് അപ്ലൈ ചെയ്തു. ആൻഡ് അപ്ലൈ ചെയ്തതിനു ശേഷം സൈൻ എ മൈനസ് ആ ഒരു 2 കോൺസ്റ്റന്റ് 2 ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നേ ഉള്ളൂ ആ ടേംസിനേക്ക്. ആ 2 കോൺസ്റ്റന്റ് ആയിട്ടുള്ള 2നെ നമ്മൾ 2a ഇൻറ്റു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ cos x a plus by 2 into limit x tends to a sin 1 by 2 x minus a അതായത് 1 by 2 x minus a whole divided by x minus a എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടേംസിനെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് ചെറിയ ചെറിയ കുഞ്ഞു ചേഞ്ചസ് വരുത്തി എഴുതിയിട്ടുള്ളൂ. പുതിയൊരു ടേംസ് നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ. സോ ഇവിടെ നമ്മൾ എന്തിനാണ് അങ്ങനെ 1 by 2 x minus a by 2നെ 1 by 2 into x minus a ആക്കി എഴുതിയതെന്ന് വെച്ചാൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. സോ നമ്മൾ ഇവിടെ അത് അപ്ലൈ ചെയ്തു. അതിനുശേഷം ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ സൈൻ എ മൈനസ് 2a ഇൻറ്റു ഫസ്റ്റിൽ എന്താവും ലിമിറ്റ് എക്സ് ടെൻസ് ടു എ കോസ് എക്സ് പ്ലസ് എ ബൈ 2 എന്ന് പറയുന്നത് കോസ് എ ആയിട്ട് മാറും. അതായത് എ ലിമിറ്റ് പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എ പ്ലസ് എ ദാറ്റ് ഈസ് 2a by 2 എന്നാവും. അങ്ങനെയാണ് 2 2 ക്യാൻസൽ ചെയ്തിട്ടാണ് നമുക്ക് അവിടെ കോസ് എ എന്ന് പറയുന്ന ടേം വരുന്നത്. സെക്കൻഡ് ടേമിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ സൈൻ 1 by 2 ഇൻറ്റു എക്സ് മൈനസ് എ എന്ന് പറയുന്നത് ഇതാ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് നമുക്ക് എ ആയിട്ട് മാറും. ഇവിടുത്തെ എ എന്ന് പറയുന്നത് എന്താണ് 1 by 2 ആണ്. അതുകൊണ്ടാണ് അവിടെ 1 by 2 എന്ന് പറഞ്ഞ് വന്നിട്ടുള്ളത്. ക്ലിയർ? സോ ഇതെന്ന് പറയുന്നത് എന്താവും ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് ഈ 2ഉം അവിടുത്തെ ആ ഒരു 2a 2ഉം 1 by 2 2ഉം ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ the remaining thing are sin a minus a cos a. So which is the RHS you have to prove. ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ട RHS പാർട്ട്. ഓക്കെ. നമുക്ക് പ്രൂവ് ചെയ്തു. ഇവിടെ ആകെ ഒരു പുതുതായിട്ട് ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് എന്തായിരുന്നു, you have to just add and subtract by the term a sin a. പിന്നെ ബാക്കി നമ്മൾ ഫോർമുലാസ് അപ്ലൈ ചെയ്തു, പിന്നെ സിംപ്ലിഫിക്കേഷൻസ് ചെയ്തു, and you will be getting the final answer, that is which is equal to RHS. Next question എന്ന് പറയുന്നത് show that limit x tends to 0 1 minus cos 2 mx whole divided by sin square nx is equal to 2m square by n square. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്. LHS പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, 1 minus cos 2 mx whole divided by sin square nx ആണ് നമ്മുടെ LHS part. So if you are taking the LHS part, it will be ആ ഒരു LHS പാർട്ടിൽ നമ്മളൊരു ഫോർമുല യൂസ് ചെയ്യുമ്പോൾ 1 minus cos 2x എന്ന് പറയുന്നത് is equal to 2 sin square x. ഇങ്ങനത്തെ ഒരു ഫോർമുല ഫോർ ഷുവർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്.
ഈ ഒരു ഫോർമുലയാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. 10th പഠിച്ച ഫോർമുലാസ് ആണ് ഇതൊക്കെ. നിങ്ങൾ അതെല്ലാം റിമെമ്പർ ചെയ്യണം. 10th കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് ഇരുന്നാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ യു ഹാവ് ടു റിവൈസ് ദോസ് ഫോർമുലാസ് ഫ്രം യുവർ 10th ബുക്ക്. ഓക്കെ. സോ 1 മൈനസ് കോസ് 2x എന്ന് പറയുന്നത് 2 സൈൻ സ്ക്വയർ x ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടുത്തെ LHS പാർട്ടിലെ ന്യൂമറേറ്ററിൽ 1 മൈനസ് കോസ് 2x എന്നുള്ള ഫോമിലാണ്. ഇവിടെ എക്സിന്റെ സ്ഥാനത്ത് mx വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ. സോ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഫോർമുല യൂസ് ചെയ്യുമ്പോൾ എന്ത് വരും? ലിമിറ്റ് x ടെൻസ് ടു 0 2 സൈൻ സ്ക്വയർ mx ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ nx എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ. ഇനി ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തു. രണ്ട് ടേംസിനും സ്പ്ലിറ്റ് ചെയ്ത് ന്യൂമറേറ്ററിനും ഡിനോമിനേറ്ററിനും സെപ്പറേറ്റ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ലിമിറ്റ് ഇട്ട് കൊടുത്തു. അതുകൊണ്ട് അതേപോലെ തന്നെ നമുക്ക് സൈൻ സ്ക്വയർ mx, അതായത് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ ax ബൈ x ഈക്വൽ ടു a എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യണം. പക്ഷെ നമുക്ക് അവിടെ ഒരു എക്സിന്റെ കുറവുണ്ട്. ഇവിടെ സൈൻ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു എക്സ് സ്ക്വയറിന്റെ കുറവാണ് ഉള്ളത്. സോ ആ ഒരു എക്സ് സ്ക്വയർ നമ്മൾ ന്യൂമറേറ്റർ പാർട്ടിലും ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആൻഡ് വി ഹാഡ് ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ് ഇൻ ദ ഡിനോമിനേറ്റർ പാർട്ട് ഓൾസോ. ഓക്കെ. സോ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇനി ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു ഫോർമുല, അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 സൈൻ ax ബൈ x ഇസ് ഈക്വൽ ടു a എന്ന് പറയുന്ന ഫോർമുല അപ്ലൈ ചെയ്യാം. ആൻഡ് ഇറ്റ് വിൽ ബി ഈസ് ഈക്വൽ ടു 2 into m square by n square. Okay, and this is the final answer, and which is equal to RHS. And we have proved that LHS equal to RHS. And the next question, we are moving on to the next question, that is, show that limit x tends to a sin x minus a into tan square x minus a whole divided by x square minus a square the whole square is equal to 0. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ LHS നമുക്ക് സോൾവ് ചെയ്തിട്ട് ലാസ്റ്റ് ആൻസർ യു ഹാവ് ടു ഗെറ്റ് ദ ഫൈനൽ ആൻസർ ആസ് 0. Is it? സോ നമുക്ക് നമ്മുടെ LHS അങ്ങോട്ട് തുടങ്ങാം. സോ while beginning with the LHS, that is limit x tends to a sin x minus a tan square x minus a whole divided by x square minus a square the whole square എന്ന് പറയുന്നത് ആക്ച്വലി അതിന്റെ ഫോം എന്ന് പറയുന്നത് that is ഏത് ഫോമിലാണ് അത് കിടക്കുന്നത്? a square minus b square the whole square എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അല്ലേ? സോ a square minus b square എന്ന് പറയുന്നത് എന്താണ്? a minus b into a plus b അല്ലേ? ഇവിടെ ഒരു ഹോൾ സ്ക്വയർ ഉള്ളതുകൊണ്ട് ആ ഹോൾ സ്ക്വയർ രണ്ടിനും ഇട്ട് കൊടുത്തു. അപ്പൊ a minus b into a plus b എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും? a minus b the whole square into a plus b the whole square. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്യാൻ പോകണം. ഓക്കെ, നമുക്ക് ഇനി തന്നിട്ടുള്ള ടേമിന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ പോകണം. സോ ലിമിറ്റ് x ടെൻസ് ടു a sin x minus a whole divided by x minus a. അപ്പൊ നമുക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതുകൊണ്ട് ഇവിടെ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യാലോ. അതായത് ലിമിറ്റ് x ടെൻസ് ടു 0 sin x by x is equal to 1 എന്ന് പറയുന്ന ഫോർമുല ഇവിടെ യൂസ് ചെയ്യാം. ഇനി സെക്കൻഡ് ടേം എന്ന് പറയുന്നത് ലിമിറ്റ് x ടെൻസ് ടു a tan x minus a whole divided by x minus a the whole square എന്നാണ് നമുക്ക് വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഏത് ഫോർമുല യൂസ് ചെയ്യാം? ലിമിറ്റ് x ടെൻസ് ടു 0 tan x by x is equal to 1 എന്ന് പറയുന്ന ഫോർമുല നമുക്ക് ഇവിടെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? and limit x tends to a x minus a into x plus a the whole square. Okay, so നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഒരു പാർട്ട് എത്തിയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ x plus a ആണല്ലോ, ആക്ച്വലി x plus a the whole square ആണല്ലോ ടേം വരുന്നത് എന്ന് വിചാരിക്കുന്നുണ്ടാവും. ആ ഒരു ടേം എന്ന് പറയുന്നത് അവിടെ ഇരുന്നോട്ടെ. നമ്മൾ x minus a എന്ന് പറയുന്ന ഹോൾ സ്ക്വയറിനെയാണ് സൈനിനും കൊടുത്തിരിക്കുന്നത് ടാനിനും കൊടുത്തിരിക്കുന്നത്. x minus a the whole square എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് x minus a ഇല്ലേ? സോ അതിലൊരു x minus a സൈനിന്റെ ടേമിനും കൊടുത്തു, അത് വേറൊരു x minus a ടാനിന്റെ ടേമിനും കൊടുത്തു. ഇനി അവിടെ നമുക്ക് റിമൈനിങ് ആയിട്ട് എന്തുണ്ട്? 1 by x plus a the whole square എന്നുണ്ട്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് ലിമിറ്റ് x tends to a 1 by x plus a the whole square. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഇവിടെ ന്യൂമറേറ്ററിൽ ഒരു x minus a എക്സ്ട്രാ വന്നത് എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ആക്ച്വലി ടാൻ സ്ക്വയർ x minus a ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു x minus a പോരാ. നമുക്ക് എത്ര x minus a വേണം? ഒരു രണ്ട് x minus a വേണം അല്ലെ? അപ്പോൾ ഒരു x minus a ഓൾറെഡി അവിടെ ഉണ്ട്. സോ ഒരു x minus a കൂടി നമ്മൾ അവിടെ മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്കിവിടെ ഹോൾ സ്ക്വയർ ആയിരിക്കുന്നത്. അതായത് ലിമിറ്റ് x tends to a tan x minus a whole divided by x minus a ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞത്. ഓക്കെ, സോ റിമൈനിങ് ആയിട്ടുള്ള ഒരു x minus a ആൻഡ് x plus a the whole square ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നമ്മൾ നമ്മുടെ ഫോർമുലാസ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വരുന്നത് എന്താണ്? 1 into 1 square into ലിമിറ്റ് ലാസ്റ്റ് ടേമിൽ 1 square ലാസ്റ്റ് ടേമിൽ നമ്മൾ a സബ്സ്റ്റിറ്റ്യൂട്ട് ലിമിറ്റ് പോയിന്റ് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് a minus a whole divided by a plus a the whole square എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, സോ
ഇനി a മൈനസ് എന്ന് പറയുന്നത് എന്താണ് 0 ആണ് അല്ലേ? അപ്പോൾ 0/n ടേം 0 ആണ്. സോ 1 into 0 എന്ന് പറയുന്നത് again it will be 0. So the final answer you got is 0 and which is equal to RHS. Okay. അപ്പോൾ നമുക്ക് RHS പാർട്ട് കിട്ടി, അതായത് 0 എന്ന് പറഞ്ഞിട്ട് കിട്ടി. ഇവിടെ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിന് അനുസരിച്ച് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസിലും ഒരേ മെത്തേഡ്സ് ആണ് അപ്ലൈ ചെയ്യുന്നത്. പക്ഷെ മെത്തേഡ്സ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങൾ വരുത്തുന്നത് അത് നമ്മുടെ ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മുടെ ഫോർമുലാസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളാണ്. I hope that you will be getting those ideas, and we can just move on to the next question. That show that limit x tends to 0 sin a plus bx minus sin a minus bx whole divided by x is equal to 2b cos a. And I hope that you can do this question by yourself. Okay, so ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. LHS തുടങ്ങി ട്രൈ ചെയ്ത് നോക്കുക. ഇതെന്ന് പറയുന്നത് കുറച്ച് ഫോർമുലാസ് ഒക്കെ നിങ്ങൾ 10th പഠിച്ച ഫോർമുലാസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ ഫോർമുലാസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾ ഇതൊന്ന് ക്വസ്റ്റ്യൻ ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഒരു ഹിന്റ് തരാം, ഇതാണ് ഫോർമുല യൂസ് ചെയ്യുന്നത്. sin a plus b minus sin a minus b, you are having a formula 2 cos a sin b. So ഇത് യൂസ് ചെയ്തിട്ട് you can just give a try for this question. Okay, and we'll be discussing the answer in the next class. So I had asked you a question, is it? And question ചോദിച്ചിരുന്നു, GK question, that is which of the devices is used for counting blood cells, and the answer is hemocytometer. Okay, the answer is hemocytometer. That is hemocytometer is the device used for counting blood cells. I hope that it is clear for you and it is a very new knowledge for you all. അല്ലെ, ഇപ്പൊ ഇതിനെക്കുറിച്ച് ഇത്രയും ബ്ലഡ് സെൽസ്, അതായത് ഫീവർ ചെക്ക് ചെയ്യാനുള്ള ഡിവൈസിനെ കുറിച്ച് അറിയാം, അങ്ങനത്തെ ഡിവൈസസ് ഒക്കെ അറിയെങ്കിലും ബ്ലഡ് സെൽസ്, അതായത് ബ്ലഡ് സെൽസ് കൗണ്ട് ചെയ്യാനുള്ള ഡിവൈസസ് ആർക്കും അറിയുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. സോ ഐ ഹോപ്പ് ദാറ്റ് this will be a very new information for you all. So do attend the live sessions which are conducting at morning and evening by our team. So link എന്ന് പറയുന്നത് it will be shared in the comment section. Share the link with your friends and attend the classes. Okay, classes attend ചെയ്യുക. അതെന്ന് പറയുന്നത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അത് ലൈവ് സെഷൻസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ആൻഡ് ഐ വാണ്ട് യു ഓൾ ടു അറ്റൻഡ് ദോസ് ക്ലാസ്സസ്. ഓക്കെ, നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. നിങ്ങൾക്ക് കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ്സസ് മൂവ് ഓൺ ചെയ്യാം. So share this information with your friends and the link will be shared on the comment section. Till the next class, I'm just winding up the class here and thank you for your time.